ഈ ഒരു ചാച്ചിക്ക് തൂക്കാൻ വരുന്നത് ഇട്ടിട്ടുള്ള ഒരു സബ്ജിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ, അപ്പോൾ ഇതാ ഞാൻ നിൽക്കുന്നത് അസീഘട്ടിലാണ്. ഇപ്പം രാവിലെ സമയം 4:30 എല്ലാ ദിവസവും വിചാരിക്കും രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആരതി കാണുന്നു. പക്ഷേ തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. നമ്മളെ നാട്ടിലെ തണുപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തണുപ്പാ. അപ്പം ഈ സമയത്തെ നല്ല തണുപ്പായതുകൊണ്ട് മടിയായതുകൊണ്ട് എണീക്കേറ്റാം. ഞാൻ ഇന്ന് അങ്ങ് എണീച്ചിങ്ങ് പോന്താ. അപ്പോൾ ഇവിടെ 5 മണിക്ക് നമ്മുടെ ആരതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടുത്തെ ആരതി കാണാം. പറ്റുവാണെങ്കിൽ രാവിലെ ഗംഗയിൽ കൂടി ഒരു ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ കച്ചവടി കിട്ടുന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മുടെ വാരണാസിയിലെ 5ാമത്തെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കാണാനും ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടേതാ രാവിലത്തെ ആരതിയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് 5 മണി 5:15 ആവുന്ന സമയത്ത് ഇവിടെ ആരതി തുടങ്ങും. അത് ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടുണ്ടാകും ഓരോ ടൈമിനനുസരിച്ച്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാം. वयं पुत्रमदिनेर्यो विधर्ता आद्रश्चेद्यं मन्यमानस्तुरश्चेद्राजा चेद्यं भगं भक्षेत्याह भगप्रणेतर भगसत्यराधो भगेमान्धियमुदवारदन्नः हरितसूर्यस्य चत्रा एतद्वा अनुवाद्यासः नमस्यन्तो दिवा पृष्ठमस्तु परिद्यावा पृथिवीयन्ति सद्यः तत्सु. ആദ്യം തന്നെ അവിടെ നമ്മൾ കേട്ട പോലെ അവിടെ കുറച്ച് പെൺകുട്ടികൾ ഇരുന്നിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി രാവിലത്തെ ആരതി ഇപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ വാരണാസിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും കാണേണ്ട 2 ആരതികളാണ്. ഒന്ന് അസീഘട്ടിൽ നടക്കുന്ന രാവിലത്തെ ആരതിയും ദശാശ്വമേധ ഘട്ടിൽ നടക്കുന്ന വൈകുന്നേരത്തെ ആരതിയും. ഇവിടെ ആരതി കാണാനായിട്ട് വന്നതിൽ നിന്ന് സ്ത്രീകളായിട്ടുള്ളവരാണ് അവിടെ ദീപങ്ങൾക്ക് തിരി തെളിയിക്കുന്നത്. ഇനി ആ വിളക്കുകൾ എടുത്തിട്ടാണ് ഇവിടെ ആരതി നടക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്ന ഈ ആരതികൾ. അപ്പം നിങ്ങൾ ഇവിടെ വാരണാസിയിൽ വരുന്ന സമയത്ത് ഈ 2 കാര്യങ്ങൾ മറന്നു പോരുത്. രാവിലെ നടക്കുന്ന അസീഘട്ടിലെ ആരതിയും വൈകുന്നേരം നടക്കുന്ന ദശാശ്വമേധ ഘട്ടിലെ ആരതിയും. ദശാശ്വമേധ ഘട്ടിലെ ആരതി നമ്മൾ എടുത്തിട്ടുണ്ട്. അതെൻ്റെ മുന്നത്തെ പാർട്ടിൽ കിടക്കുന്നുണ്ട്. അത് കാണാത്തവരൊന്ന് പോയിട്ട് കാണണേ. വൈകുന്നേരം ദശാശ്വമേധ ഘട്ടിൽ വെച്ചിട്ട് നടക്കുന്ന ആരതിയാണ് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ളത്. കാരണം അവിടെ സ്പീക്കറൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ആരതിയൊക്കെ നല്ല ശബ്ദത്തോടു കൂടി കേൾക്കാനൊക്കെ പറ്റും. ഇവിടെ നമുക്ക് രാവിലെ വന്ന മറ്റൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുക. ഈ ഒരു ഗംഗ ആരതിയുടെ ചരിത്രം നിങ്ങൾക്കറിയോ? സത്യത്തില് 1910 പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ ഹരിദ്വാറിലാണ് ആദ്യമായിട്ട് ഗംഗ ആരതി നടക്കുന്നത്. ശേഷം 1991 മുതലാണ് നമ്മുടെ ഈ വാരണാസിയിൽ ഇങ്ങനെയുള്ള ഗംഗ ആരതികൾ നടക്കുന്നത്. ഇവിടെയുള്ള വിവിധ ഘട്ടുകളിൽ രാവിലെയും വൈകുന്നേരവും ഗംഗ ആരതികൾ നടക്കുന്നുണ്ടെങ്കിലും വൈകുന്നേരത്തെ ഗംഗ ആരതിക്ക് ദശാശ്വമേധ ഘട്ടും രാവിലെയുള്ള ഗംഗ ആരതിക്ക് ഈ ഒരു അസീഘട്ടുമാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഈ 2 ആരതികളും കാണാൻ ഒരുപാട് ആളുകൾ എല്ലാ കാലങ്ങളിലും, അതായത് നമ്മൾ ഇവിടെ സീസൺ അങ്ങനെയൊന്നുമില്ല, എല്ലാ സമയങ്ങളിലും ഇവിടെ വന്നിട്ട് ആരതികൾ കാണാറുണ്ട്. എന്നാൽ ഗംഗാനദിയിൽ വെള്ളം കൂടുതലാവുന്ന സമയത്ത് ഈ ആരതികൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗങ്ങളിൽ നടക്കാൻ സാധിക്കാത്തതുകൊണ്ട് കുറച്ചുകൂടി മാറിയിട്ടൊക്കെയാണ് നടക്കുക. അപ്പോൾ 1991 മുതൽ നമ്മൾ ഇന്ന് ഈ നിൽക്കുന്ന ദിവസം വരെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ അസീഘട്ടിൽ രാവിലെ ആരതി നടക്കുന്നുണ്ട്.
ഇവിടെയുള്ള ആളുകൾ ഗംഗാ നദിയെ മാ ഗംഗ എന്നാണ് വിളിക്കുന്നത്, അതായത് അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഇവരുടെ ജീവിതം കറങ്ങുന്നത് ഈ ഒരു ഗംഗാ നദിയായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഈ ഗംഗാ നദിയാണ് ഇവരുടെ ജീവിതത്തെ, ഇവരെ വളർത്തിയതും ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് തന്നെ ഇവരുടെ സംരക്ഷണം, ജീവിതം ഇതൊക്കെ ഗംഗാ നദിനെ ആശ്രയിച്ചായതുകൊണ്ടാണ് ഇവർ ഗംഗാ നദിയെ മാ ഗംഗ, അതായത് അമ്മ ഗംഗ എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവിടെ നമ്മുടെ ഗംഗ ആരതിയൊക്കെ പൂർത്തിയായി. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് രാവിലെ ഈ സമയത്ത് ഗംഗയിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയാണ്. അവിടെ അത് അങ്ങ് ദൂരെയായിട്ട് കിഴക്കൻ ചക്രവാളത്തിൽ നമ്മുടെ സൂര്യൻ അങ്ങനെ ഉദിച്ചു വരികയാണ്. ഈ രാവിലെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഗംഗയിലൂടെ മനോഹരമായൊരു ബോട്ട് യാത്രയിലേക്കാണ് പോകുന്നത്. വൈകുന്നേരം ഞാൻ ഗംഗയിലൂടെ ഒരു ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, അതെൻ്റെ മുന്നിലത്തെ പാർട്ടിൽ കിടക്കുന്നുണ്ട്. ഇത് വാരണാസി സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. മുന്നേ 4 പാർട്ടുകളായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഗംഗയിലൂടെയുള്ള യാത്രയാണ്. മൊത്തം മറ്റേ സൈബീരിയയിൽ നിന്ന് വന്ന പക്ഷികളാണ് കേട്ടോ ഫുള്ള്. മുന്നില് അവിടെ സൂര്യോദയം കാണാം. ഇവിടെ ഫുള്ള് പക്ഷികളാ. അങ്ങനെ നമ്മുടെ ബോട്ട് ഇവിടുന്ന് എടുത്തു. നമ്മൾ ഈ ഒരു അസീഘട്ടിന്ന് 10 കിലോമീറ്റർ മാറിയിട്ടുള്ള നമോഘട്ട് വരെ പോയിട്ട് തിരിച്ചു വരും. കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ബോട്ട് യാത്രയിൽ നമ്മൾ അത്ര ദൂരമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഏകദേശം 10 കിലോമീറ്റർ അങ്ങോട്ടും 10 കിലോമീറ്റർ ഇങ്ങോട്ടുമായിട്ട് നമ്മൾ ബോട്ടിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം. സത്യത്തിൽ നമ്മുടെ ഈ ഗംഗയുടെ തീരം, അതായത് നമ്മുടെ ഗട്ടുകൾ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 15 കിലോമീറ്റർ നീളത്തിൽ ഇവിടെ വാരണാസിയിൽ വിവിധ ഗട്ടുകൾ കിടക്കുന്നുണ്ട്. ഓരോ ഗട്ടുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. നമ്മൾ പോയിട്ടുള്ള അസീഘട്ട്, ദശാശ്വമേധ ഘട്ട്, മണികർണിക ഘട്ട്, ഹരിചന്ദ്ര ഘട്ട്, ഇങ്ങനെയുള്ള ഓരോ ഗട്ടുകൾ എടുത്തു നോക്കിയാൽ അതിനൊക്കെ വ്യത്യസ്തമായ സവിശേഷതകളുണ്ട്. ഗ്വാളിയാർ ഗട്ടുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്ത ഗട്ടുകൾ വ്യത്യസ്ത രീതിയിൽ പ്രസിദ്ധമായവയാണ്. അപ്പം ഞാൻ ഓരോന്നും നിങ്ങൾക്ക് എടുത്തെടുത്ത് പറഞ്ഞു തരുവാണെങ്കിൽ ഒരുപാട് സമയം അതിന് തന്നെ വേണ്ടി വരും. അപ്പോൾ വാരണാസിയിൽ വരുന്ന സമയത്ത് ഓരോ ഗട്ടുകളിലും പോയിട്ട് ആ ഗട്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ വാരണാസിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രധാനപ്പെട്ട ഘട്ടുകളുടെ കാര്യം മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇതിലും പറയുന്നുള്ളൂ. അതായത് ഹരിചന്ദ്ര ഘട്ട് അത് പ്രസിദ്ധമാകുന്നത് പകൽ സമയങ്ങളിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് ഹരിചന്ദ്ര ഘട്ട്. ദശാശ്വമേധ ഘട്ട് പ്രസിദ്ധമാകുന്നത് അവിടെയാണ് വൈകുന്നേരത്തെ ഇവിടുത്തെ പ്രസിദ്ധമായ ആരതി നടക്കുന്നത്. ഇനി മണികർണിക ഘട്ട് നമ്മൾ പരിശോധിച്ചാൽ 24 മണിക്കൂറും വാരണാസിയിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു ഘട്ടാണ് മണികർണിക ഘട്ട്. നിങ്ങളിപ്പോൾ അവിടെയായിട്ട് കാണുന്നത് ദശാശ്വമേധ ഘട്ടാണ്. വാരണാസിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടാണ്. നേരത്തെ നമ്മൾ അസീഘട്ടിൽ ഇരുന്നിട്ട് ഗംഗ ആരതി കാണുന്ന സമയത്ത് ഞാൻ ഗംഗ ആരതിയുടെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങളെടുത്ത് പറഞ്ഞിരുന്നു. അത് പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ പറയേണ്ട 2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. വാരണാസിയിൽ നടന്ന 2 നിർഭാഗ്യകരമായ സംഭവങ്ങൾ. അതിൽ ആദ്യത്തേതായിരുന്നു 2006 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സമീപത്ത് സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രം, നമ്മളിന്ന് അവിടെ പോകുന്നുണ്ട്, അതിൻ്റെ സമീപത്ത്, പിന്നെ ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത്, ഇങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് നടന്ന ബോംബ് സ്ഫോടനങ്ങൾ. അതിൽ ഏകദേശം 28 പേരാണ് മരിച്ചുപോയത്. ഈ ഒരു വാരണാസി പോലെ അതിപുരാതനമായ
നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ 2006 നടന്ന വളരെ നിർഭാഗ്യകരമായ ഒരു സ്ഫോടനം. അതിൻ്റെ കൂടെ തന്നെ 2010 നമ്മുടെ ദശാശ്വമേധ ഘട്ടിന് സമീപത്തായിട്ട് ആരതി നടക്കുന്ന സമയത്ത് നടന്ന മറ്റൊരു സ്ഫോടനം 2010 അത് നടക്കുന്നത്. അതിലേറ്റവും നമ്മളെ സങ്കടപ്പെടുന്ന ഒരു കാര്യം, ഒരമ്മയുടെ മടിയിലിരുന്നിട്ട് ആരതി കണ്ടുകൊണ്ടിരുന്ന 2 വയസ്സുള്ള ഒരു കുട്ടിയും ആ അമ്മയടക്കം 4 പേരാണ് ആ ഒരു സ്ഫോടനത്തിൽ മരിച്ചുപോയത്. ഇത്രയും പാവങ്ങളെ, അതായത് 2 വയസ്സുള്ള ഒരു കുട്ടീനെ അടക്കം കൊന്നു കളയാന്ന് തീരുമാനിക്കുന്ന പ്രത്യയശാസ്ത്രം എന്തിൻ്റെ പേരായാലും നമ്മളത് എതിർക്കപ്പെടണം. അത് ഇന്ന വിഭാഗം, ജാതി, മതം, വർണ്ണം, വർഗം ഇതൊന്നുമില്ല. ഇത്തരത്തിലുള്ള ആശയങ്ങളെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ നമ്മൾ എതിർക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ വളരെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ഉള്ള ഒരു റൈറ്റ്, ഒരു അവകാശം ഈ രാജ്യത്തെ 145 കോടി ജനങ്ങൾക്കുണ്ട്. ഒരാളെ പോലും അതിൽ നിന്ന് മാറ്റി നിർത്താനില്ല. അവരുടെ ആ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന പ്രത്യയശാസ്ത്രം അതെന്ത് തന്നെയായാലും നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കേണ്ടതാണ്. ഗംഗയിലൂടെ ഇപ്പം ഞാൻ ഈ നടത്തുന്ന മനോഹരമായ ഒരു യാത്രയുടെ നടുക്ക് ഇത് പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ അതുകൂടി പറയാതെ ഇത് പൂർത്തിയാക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തെക്കാളും മനോഹരം ഗംഗാനദിയിലൂടെയുള്ള രാവിലെയുള്ള ഈ ഒരു ബോട്ട് യാത്ര തന്നെയാണ്. എന്ത് രസമാണെന്നറിയോ, ആ ഒരു തണുപ്പും സൂര്യന്റെ വെളിച്ചം മെല്ലെ അടിക്കുന്ന സമയത്ത് കിട്ടുന്ന ചെറിയൊരു ചൂടും, ദൂരെയായിട്ട് നിങ്ങൾക്ക് നമോഘട്ടിന്റെ സമീപത്തായിട്ടുള്ള ആ 2 നിലകളിലായിട്ടുള്ള ആ ഒരു പാലം കാണാൻ പറ്റും. അതിലെ താഴത്തെ നില എന്ന് പറയുന്നത് റെയിൽവേ ട്രാക്കാണ്, മുകളിൽ റോഡാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഞാൻ കാണുന്നത്. 2 തട്ടുകളായിട്ട് റോഡും. അതാ നമ്മുടെ ഭാഗ്യമാണ് കേട്ടോ, ഒരു ട്രെയിൻ അതാ പോകുന്നത്. അത് കാണുമ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണ്. ഒരിക്കലെങ്കിലും നമ്മൾ വാരണാസിയിൽ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കേട്ടോ. പറ്റുവാണെങ്കിൽ ഈ സമയങ്ങളിൽ നവംബർ, ഡിസംബർ, ജനുവരി വരെയുള്ള സമയങ്ങളിൽ തന്നെ വന്നിട്ട് കാണണം. എങ്കിലേ ഇത്ര മനോഹരമായിട്ട് ഇതൊക്കെ കാണാൻ നമുക്ക് സാധിക്കുള്ളൂ. ആ ഒരു കറക്റ്റ് ടൈമിൽ നമുക്ക് പാലത്തിന്റെ മുകളിൽ കൂടെ പോകുന്ന ട്രെയിൻ കൂടെ കിട്ടി. അപ്പൊ 2 തട്ടുകളിലായിട്ട് നമുക്ക് ആ മനോഹരമായ കാഴ്ചകൾ കൂടെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമുക്കിവിടെ കാണാനുള്ളത് ഈ ഒരു നമോഘട്ടിലെ കാഴ്ചകളാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് നമോഘട്ട്. ഇവിടെ നമ്മൾ അന്നൊരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോയും ചാനലിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ദശാശ്വമേധ ഘട്ട് വരെ നടന്നു പോയതാണ്. ഒരു 5 കിലോമീറ്റർ അന്ന് നമ്മൾ സന്ധ്യക്ക് നടന്നാണ് പോയത്. ആ ഒരു പാലം ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു ട്രെയിൻ കൂടെ വരുന്നുണ്ട്. എന്ത് രസമാണ്. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ഭംഗി. താഴത്തെ നിലയിൽ കൂടെ ട്രെയിന്, മുകളിലത്തെ നിലയിൽ കൂടെ റോഡ്, അതിൻ്റെ താഴെയായിട്ട് ഗംഗാ നദി, അതിന് സമീപത്തായിട്ട് ഘട്ടുകൾ, പിന്നെ കുറേ ബോട്ടുകൾ. ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ. ബോട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ പക്ഷികൾ ഇങ്ങനെ ബോട്ടുകളുടെ സമീപത്ത് കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടോ. അവര് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഗംഗയിലോട്ട്. അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവ എങ്ങനെ കൂടെ പറന്ന് നടക്കുന്നത്. അത് ഈ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ സഞ്ചാരികൾക്ക് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ വേണ്ടിയിട്ട് അവർ കയ്യിൽ ഭക്ഷണം കരുതും, എന്തെങ്കിലും ഭക്ഷണം. അതിങ്ങനെ ബോട്ടിന്റെ സമീപത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ബോട്ടിനടുത്തോട്ട് ഈ പക്ഷികൾ ഇങ്ങനെ കൂട്ടായിട്ട് വരും. അപ്പം അത് വലിയൊരു ഭംഗിയുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് അവർ തന്നെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഓരോ ബോട്ടുകളുടെ സമീപത്തും ഇതുപോലെ കൂട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റും. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നദീതീരങ്ങളിലാണ് മനുഷ്യന്റെ വളർച്ച നടന്നത്. അതായത് ആദിമകാലങ്ങളിൽ നദിയിൽ നിന്ന് ഒലിച്ചു വന്ന
നല്ല വളക്കൂറുള്ള മണ്ണ് നദീതീരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ കൃഷി ചെയ്തിട്ട് നദീ സമീപങ്ങളിലാണ് ഓരോ സംസ്കാരങ്ങളും നമ്മൾ വളർന്നു വന്നത്. സിന്ധു നദീതട സംസ്കാരങ്ങൾ, അങ്ങനെ എല്ലാ ലോകത്തുണ്ടായ സംസ്കാരങ്ങളും ഏതെങ്കിലും ഒരു നദിയുടെ തീരങ്ങളിലാണ് വളർന്നു വന്നത്. അതുപോലെ തന്നെ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രാചീന നഗരങ്ങളിലൊന്നാണ് വാരണാസി. അതായത് ആദിമകാലം മുതൽ ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തുടർച്ചയായിട്ട് മനുഷ്യവാസം നിലനിന്നിരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സിറ്റിയാണ് നമ്മൾ ഈ കാണുന്ന വാരണാസി എന്ന് പറയുന്നത്. അവിടെയായിട്ട് കാണുന്നത് നമ്മുടെ മണികർണിക ഘട്ടാണ്. എല്ലാ സമയങ്ങളിലും അവിടെ മൃതദേഹങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അവിടുന്ന് പുക ഉയരുന്നത് കാണാൻ പറ്റും. അതൊക്കെ മൃതദേഹങ്ങൾ ഇങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 24 മണിക്കൂറും ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അവിടെ ഇങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് സമീപത്തായിട്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് കാശി വിശ്വനാഥ കോറിഡോർ. ആ സ്റ്റെപ്പുകൾ കയറി പോകുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലോട്ടാണ്. ഇത്രയും വിശാലമായൊരു പടവുകളും ഇതൊക്കെ ഇപ്പം അടുത്ത കാലത്താണ് വന്നത്. പണ്ട് അവിടെയും ചെറിയ ചെറിയ ഗല്ലികളിലൂടെയായിരുന്നു നമ്മൾ കയറി പോകേണ്ടിയിരുന്നത്. അതിൻ്റെ തൊട്ട് സമീപത്തായിട്ട് നിങ്ങളാ കാണുന്നത്, ഞാൻ അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു വ്യൂ കിട്ടില്ല, എന്താണെന്ന് ഞാൻ അപ്പം പറയാം. കണ്ടോ, ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാശിയിൽ, അതായത് വാരണാസിയിലെ നേപ്പാളി ടെമ്പിൾ ആണ് നിങ്ങളെ കാണുന്നത്. അങ്ങനെ ഏകദേശം 2.5 മണിക്കൂർ എടുത്തു നമ്മൾ ആ ഒരു 20 കിലോമീറ്റർ, അതായത് 10 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാൻ. വളരെ മെല്ലെയായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഞാൻ ആ പറഞ്ഞ സൈബീരിയയിൽ നിന്ന് വരുന്ന ദേശാടന പക്ഷികളെ കാണാൻ പറ്റും. ഇപ്പോൾ ഒക്കെ ആളുകൾ, നേരത്തെ ഇത്രത്തോളം ആളുകളില്ല, ഇപ്പോൾ ഇവിടെ ഫുള്ള് ആളുകളായിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തി. ഇനിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ രണ്ടാമത്തെ സ്പോട്ട്. ഇവിടെ അടുത്തൊരു കച്ചവടി കിട്ടുന്ന രണ്ടാമത്തെ ഒരു കടയുണ്ട്, ഫേമസ് ആയിട്ടുള്ള. പിന്നെ ഞാൻ ഈ വാരണാസി സീരീസ് ആയതുകൊണ്ട് ഓരോ വീഡിയോയിലും അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ 5 വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് കാണുവാണെങ്കിൽ കുറച്ചുകൂടി അത് സംഭവം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ആ ഒരു കച്ചവടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അവിടെ പോയിട്ട് ആ കച്ചവടി എങ്ങനെയുണ്ട്, കഴിച്ചത് അടിപൊളിയായിരുന്നു, അതുപോലെ തന്നെയാണോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് വാരണാസിയിലെ ഫേമസ് ആയിട്ടുള്ള ചാച്ചി കാ ദുക്കാൻ. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കച്ചോരി കിട്ടുന്ന സ്പോട്ട്. ഇവിടെ രാവിലെ 6 മണി മുതൽ വന്ന് കാത്തു നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഈ കാണുന്ന മുഴുവൻ. അത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ജിലേബിയും ഒക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. കണ്ടോ, അവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പം കച്ചോരിയും ജിലേബിയും പറഞ്ഞിട്ടുണ്ടായി വരണം. ഇവിടെ കണ്ടോ, ഇവരൊക്കെ ഇങ്ങനെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് കൂടെ ഇവിടെ ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത കച്ചോരി വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ മത്തങ്ങ ഇല്ലേ, മത്തങ്ങ ഇട്ടിട്ടുള്ള ഒരു സബ്ജിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പ് നിങ്ങൾ വന്നിട്ട് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളിയായി ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും കുറച്ചുകൂടെ വാങ്ങിച്ചതാ. അതുപോലെ തന്നെ ജിലേബി, ഇവിടുത്തെ ജിലേബി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ മീൻസ് വാരണാസിയിൽ. അപ്പം ഇതും ടേസ്റ്റ് ഉണ്ടാവുന്ന വിചാരിക്കുന്നത്. കഴിച്ചിട്ട് നമുക്ക് അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇന്നലെ നമ്മൾ കഴിച്ച സബ്ജി പോലെയല്ല, അതിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നലത്തേക്കാളും അടിപൊളി ഇവിടെയാണ്. ഇതാണ് മറ്റേതിനേക്കാൾ സൂപ്പർ. ജിലേബിയും സൂപ്പറാണ് കേട്ടോ. പക്ഷെ ജിലേബി എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ കഴിച്ച അവിടെയില്ല, അവിടുത്തേതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നു. നാട്ടിലെ ജിലേബിയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റൂല കേട്ടോ. കംപ്ലീറ്റ് ഡിഫറൻറ്റാ സംഭവം, അടിപൊളിയാണ്. അസീഗഡിന് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പം ശ്രീ ഗുരു രവിദാസ് ഗേറ്റ് ഉണ്ട്. അതിന്റെ നേരെ മുന്നിലായിട്ട് ഇവിടെ ആയിട്ടാണ് ഈ ഒരു ചാച്ചിക്ക് ദുക്കാൻ വരുന്നത്. രാവിലെ 6 മണി മുതൽ ഇവിടെ ഇരുന്ന് കഴിക്കുന്നവരൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷോപ്പ് മറന്നുകൊണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആ കച്ചോരി നിങ്ങളൊന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടുന്ന് പോകുന്നത് ഇവിടെ അസീഗഡിനോട് ചേർന്നിട്ട് തന്നെ പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രം എന്നാണ് പറയാ. അപ്പൊ അവിടേക്കാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മളിപ്പം ഭക്ഷണം കഴിച്ച ആ ചാച്ചിക്ക് ദുക്കാൻ ആ റോഡ് നേരെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുത്താൽ ആ ഒരു ഹനുമാൻ ക്ഷേത്രത്തിലെത്തും. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ആ ക്ഷേത്രവും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പോകുന്ന വഴിയിലായിട്ടുള്ള അവിടെ ഒരു പഴയ ഇവിടുത്തെ ഒരു ബിൽഡിംഗ് കണ്ടോ, ഇതിപ്പോ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. മൊത്തം കാട് പിടിച്ച് കിടക്കുക. ഇതാണ് ആ ഒരു ഹനുമാൻ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാട്ടോ ഇത്.
ഞാൻ അവിടെ അകത്ത് കയറി, നമ്മൾ അകത്തോട്ട് അവിടെ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും കൊണ്ടുപോകില്ല. വലിയൊരു അമ്പലം കേട്ടോ. നമുക്ക് ഗേറ്റ് കടന്നിട്ട് മുന്നോട്ട് കുറേ നടന്നു പോകാനൊക്കെ ഉണ്ട്. നല്ല വലിയ സൗകര്യങ്ങളോടുകൂടി വലിയൊരു അമ്പലം തന്നെ, പഴയ ഒരു അമ്പലം. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ ക്ഷേത്രവും ഹനുമാന്റെ ക്ഷേത്രവും അപ്പുറമായിട്ട് തന്നെ വേറെ വേറെ തന്നെയാണ്. അപ്പം ഇവിടെയും കൂടെ വരണം. അസീഘട്ടിനോട് ചേർന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൽ വരാൻ പറ്റും. സങ്കട് മോചൻ ഹനുമാൻ ടെമ്പിൾ. ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷനും കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ച് അസീഘട്ടിൻ്റെ അങ്ങോട്ട് പോവാം. അസീഘട്ടിൻ്റെ അവിടുന്ന് ദശാശ്വമേധഘട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ നടന്ന് അസീഘട്ടിൻ്റെ ഭാഗത്തോട്ട് എത്താറായി. ഇപ്പം രാവിലെ എവിടെയൊക്കെ തിരക്കാണ്. സ്കൂളിൽ പോകുന്നവർ, ജോലിക്ക് പോകുന്നവർ, ഇതൊക്കെ ആയിട്ട്. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ ടൗണുകളാണ്. നമുക്കിനി ഇവിടുന്ന് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ അസീഘട്ട് എത്തും. ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അസീഘട്ട് വരുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട്. അങ്ങനെ വീണ്ടും നമ്മളിത് അസീഘട്ടിന് അങ്ങോട്ട് തന്നെ വന്നു. അവിടെ ഒരു ടീമായിട്ട് വന്നവരാന്ന് തോന്നുന്നു. ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കാം. കാലൊക്കെ വേനെടുക്കുന്നു. ഇതിൽ വന്നു തുടങ്ങി. ഈ 5 ദിവസം കൊണ്ട് ഞാനിവിടെ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താ അറിയോ? ഇവിടെ ഉള്ളവർക്ക് ഡ്രൈവിംഗ് മാനേഴ്സ് എന്ന് പറയുന്നത് അടുത്തൂടെ പോലും പോയിട്ടില്ല. അവിടുത്തെ ആളുകൾ വണ്ടി ഓടിക്കുന്നുണ്ടാ നമുക്ക് മനസ്സിലാവും. അവിടെ എന്നല്ല കേട്ടോ, ഏറെക്കുറെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാംഗ്ലൂർ എന്താ മോശമാണോ? അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്തോ ഒരു ഇത് തോന്നും. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന കണ്ടു വന്നിട്ട്. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. നമുക്കിവിടെ നിന്ന് ഓരോ ഘട്ടുകളും അതും ഇതൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ അവിടെ തന്നെ നിൽക്കാൻ തോന്നും. അങ്ങനെ ഒരു ഫീലുണ്ട് വാരണാസിയിൽ. ഇവിടെയായിട്ട് നമുക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അസീഘട്ടിനെ പറ്റി എഴുതി വെച്ചതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിങ്ങനെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വാരണാസിയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട്. അതിൻ്റെ പേരാണ് ലക്ഷ്മി ചായ്. അവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ് മലായോ ടോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട്, അവിടുത്തെ ചായ നല്ല ഫേമസ് ആണെന്നാണ് കേട്ടത്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായയും മലായോ ടോസ്റ്റും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് രണ്ട് സംഭവം എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ഇവിടുത്തെ പൊതുവേ എനിക്ക് ചായ വളരെ ഇഷ്ടപ്പെട്ടു. എവിടുന്ന് ചായ കുടിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനേക്കാളും സ്പെഷ്യലാണോ എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. ഒന്ന് പോയി നോക്കാം. പോകുന്ന വഴിയിലായിട്ട് കണ്ടതാണ് ഇവിടെ ഈ ഒരു ബോർഡ് ഉണ്ടാക്കുകയാണ്. ഇതേപോലെയുള്ള കല്ലുകളിൽ കൊത്തിയെടുക്കുന്ന ബോർഡുകളില്ലേ, നമ്മൾ ഉദ്ഘാടനത്തിനൊക്കെ വെക്കുന്നത് കാണാറില്ലേ? ഞാനത് കണ്ടിട്ടുണ്ടെങ്കിലും അത് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ അതിൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടെ നമ്മുടെ വീടിനുള്ള പേരും അങ്ങനെ പല കാര്യങ്ങളും അവർ ഇത്തരത്തിലുള്ള കല്ലിൽ കൊത്തിയെടുക്കുകയാണ്. എത്ര സമയം എടുത്തിട്ടാണെന്നറിയോ ഓരോ ബോർഡുകളും ചെയ്യുന്നത് നോക്കി. ഇതാണ് നമ്മുടെ ലക്ഷ്മി ചായ് എന്ന് പറയുന്നത്. ഇവിടെ ഗല്ലിയുടെ ഉള്ളിലായിട്ട് വളരെ ഉള്ളിലോട്ടായിട്ടൊരു സ്ഥലത്താട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നല്ല തിരക്കാണ്. ഞാനൊരു മലായോ ടോസ്റ്റും ഒരു ചായയും പറഞ്ഞിട്ടുണ്ട്. വളരെ ഉള്ളോട്ടെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു സ്പേസിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മലായോ ടോസ്റ്റ് എന്ന് പറയുന്നത്. ബ്രെഡിൽ മലായോയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ്. പക്ഷേ സംഭവം നമ്മൾ കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്ര തിരക്കും. ഞാൻ ജസ്റ്റ് ഒരു കടിയെ കടിച്ചിട്ടുള്ളൂ, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചെറിയ മധുരമാണ്. അവിടുന്ന് കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചയാണ്. സംഭവം മൂർക്കം പാമ്പാണ് കേട്ടോ. അത് നമ്മുടെ കോബ്രയല്ലേ, കോബ്രയാണ്. ആ ഒരു ചെറിയ പയ്യനെ അതിനെ പിടിച്ചു നോക്ക്. എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ആ കുട്ടിയെ അതൊരു പേടിയില്ലാത്ത പോലെ അതെന്താണെന്നൊക്കെ പിടിച്ചു നോക്കുക. പുള്ളി അതിൻ്റെ തല പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ വിഷപ്പല്ല് മാത്രമല്ല, അതിൻ്റെ വായിലെ മൊത്തം പല്ലും അയാൾ പറിച്ചിട്ടുണ്ട് തോന്നുന്നു.
കണ്ടോ, ഈ ഒരു ഐറ്റത്തിനെയാണ് ആ ഒരു ചെറിയ കുട്ടി കഴുത്തിലിട്ടിട്ട്. അങ്ങനെ ഞാനിതാ വീണ്ടും നമ്മുടെ ദശാശ്വമേധ ഘട്ടിലോട്ട് വന്നു. ഇവിടെ വൈകുന്നേരത്തെ ആരതിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്. ഇന്ന് എൻ്റെ വാരണാസിയിലെ അവസാനത്തെ ദിവസമാണ്. ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ആരതി ഇന്ന് കാണാനുള്ള സമയമില്ല. കാരണം അതിൻ്റെ മുന്നേ എനിക്ക് ഇവിടുന്ന് പോയാലേ റെയിൽവേ സ്റ്റേഷനിൽ സമയത്ത് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം ഞാനിവിടെ വന്ന് ഈ ഒരു 5 ദിവസം ഇവിടെ നിന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ജാതി മത വർഗ വർണ്ണത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആളോ ആയിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലെങ്കിലും വാരണാസിയിൽ വരണം. വാരണാസിയിൽ 1-2 ദിവസം താമസിക്കണം, ഇവിടുത്തെ കാഴ്ചകൾ കാണണം. കാരണം അത്രമാത്രം മനോഹരമായ ഒരു ആത്മാവുള്ള ഒരു സോളുള്ള ഒരു നഗരമാണ്. ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് വാരണാസി. അങ്ങനെ ഞാനിവിടെ തിരിച്ച് നമ്മുടെ വാരണാസി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. സത്യം പറഞ്ഞാൽ വാരണാസിയിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ആശങ്കകൾ എനിക്കുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് UP-യിലോട്ട് വരുന്നത്, ആദ്യമായിട്ടാണ് വാരണാസിയിലോട്ട് വരുന്നത്. ഹിന്ദി മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് UP-യിലെ ആളുകൾക്ക് ഇംഗ്ലീഷൊന്നും അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ല, ഹിന്ദി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എങ്ങനെ ഞാൻ ആൾക്കാരോട് സംസാരിക്കും, എങ്ങനെ ഇത്രയും ദിവസം ഞാൻ വാരണാസിയിൽ നിൽക്കും, എവിടെയൊക്കെ എനിക്ക് പോകാൻ പറ്റും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എനിക്ക് എങ്ങനെ ഇതൊക്കെ നേരിടാൻ പറ്റും, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഒറ്റയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഒറ്റയ്ക്കാണ് ഇവിടെ 5 ദിവസം താമസിച്ചത്, ഒറ്റയ്ക്കാണ് ഇവിടെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഞാൻ പോയത്. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അസ്ഥാനത്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അങ്ങനെ 5 ദിവസത്തെ വാരണാസിയിലെ എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസുകളിൽ ഒന്നായിട്ടുള്ള കുറേ സ്ഥലങ്ങള്, കുറേ അനുഭവങ്ങള്, കുറേ ആളുകള്, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാരണാസിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇന്ന് നമ്മൾ 5-ാമത്തെ ദിവസത്തിന്റെ വീഡിയോ ഞാനിത് അവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഉറപ്പായിട്ടും ഒരിക്കലല്ല, ഒരുപാട് തവണ വാരണാസിയിലോട്ട് എന്തായാലും വരും. നമുക്ക് പോയ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ പോവാം, കണ്ട കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കാണാം. വിശ്വനാഥനെയും കാലഭൈരവനെയും എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്നിട്ട് കാണണം. അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ ഒരു 5 ദിവസം. സത്യം പറഞ്ഞാല് മനസ്സിവിടെ നിൽക്കുക, ശരീരം പോവാന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും നിങ്ങള് ഈ 5 വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, അല്ല ഈ വീഡിയോ മാത്രമാണോ, ആണെങ്കിൽ 5 പാർട്ടുകളായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 5-ാമത്തെ വീഡിയോ ഞാനിവിടെ വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് പറയുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പം ഇനിയും ഒരുപാട് യാത്രകളും അനുഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.